മംഗലാപുരത്ത് വന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത 3 മെസ്സിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് ലൈഫ് എന്തായാലും മംഗലാപുരം വിശേഷങ്ങളിലോട്ട് തന്നെ പോകാം നമുക്ക്. ഞാൻ വന്നിട്ട് ആദ്യം ട്രൈ ചെയ്യുന്ന ഒരു മെസ്സാണ്. ആ മെസ്സിനെ കുറിച്ച് എനിക്ക് പറയാൻ പോലും ഇല്ല. കാരണം അത്രയും വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ആ മെസ്സിനെ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല ഫസ്റ്റ് വണ്ണ്. സെക്കൻഡ് ആയിട്ട് ട്രൈ ചെയ്താണ് ചേച്ചിമാരുടെ മെസ്സ് ഞാൻ പറയുന്നത്. ഒരു അമ്മച്ചീൻ്റെ ലോഗോയാണത്. എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു അമ്മേൻ്റെ ഫോട്ടോയ്ക്കുള്ള ലോഗോ ഉള്ള ഒരു പിക്ചർ. എന്തായാലും ഞാൻ ആ മെസ്സിക്ക് വിളിച്ചു. മെസ്സ് നോക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നൈറ്റ് ഉച്ചയ്ക്കൊക്കെ ഉണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. രാവിലെ തന്നെ ഉച്ചത്തെ ഫുഡ് വരും. അപ്പോൾ എന്തായാലും കോളേജിൽ പോയിട്ട് എനിക്ക് കഴിക്കാം, അത് ക്യാൻറ്റീനിൽ പോയിട്ട്. ചൂടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ രാവിലെ 6 മണിക്ക് ഒരു കൊണ്ടുവയ്ക്കും. അപ്പോൾ ചൂടൊക്കെ നോക്കുകയാണെങ്കിൽ കണക്കായിരിക്കും. പിന്നെ ആദ്യമൊക്കെ ടൈമിങ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ഇവരെ വണ്ടി കേടുവന്നു അതൊക്കെയാണ്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഞാനത് ഓൾമോസ്റ്റ് 4 മാസത്തിന് മുകളിൽ ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ട് ആ ഒരു മെസ്സ്. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമായിട്ട് ഫീൽ ചെയ്തില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയൊരു മെസ്സായിരിക്കും അത്. ഇപ്പോഴും ഒരു കംഫർട്ടാന്ന് ഞാൻ പറയത്തില്ല. ആ മെസ്സ് നോക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, പിന്നെ എന്തൊക്കെയുള്ളത്, വെള്ളയപ്പം ഉണ്ട്, പുട്ടും കടലക്കറി ഉണ്ട്. ഈ സാധനം കൊണ്ട് അവർ വെറുപ്പിക്കും നമ്മൾ. ഇത് തന്നെ എപ്പോഴും ഉണ്ടാവും. ഈ വെള്ളയപ്പൊക്കെയാണ് ഏറ്റവും നൈസ് വരുടെ രാവിലത്തേൽ. പിന്നെ പുട്ടും കടലക്കറിയും. പിന്നെ എപ്പം നോക്കിയാലും ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി ദോശ, ഇഡ്ഡലി ദോശ, വെറുപ്പിച്ച് പണ്ടാറടക്കും. പിന്നെയുള്ള ഉച്ചത്തെ നൈസാട്ടോ. മീൻ വറുത്തൊക്കെ ഉണ്ട്. മീൻ വറുത്ത് പറയുമ്പോൾ വലിയ മീൻ വറുത്തൊന്നും പ്രതീക്ഷിക്കരുത്. ഇത്ര വലിപ്പമുള്ളൊരു മീൻ വറുത്തിന് ചെറുവിരലിൻ്റെ അടുത്തല്ലേ, അവർക്ക് മുതലാവണ്ടേ. പറയാൻ മീൻ വറുത്തുണ്ട് എപ്പോഴും, പക്ഷേ ഉച്ചയ്ക്ക് എന്ത് മീനാണ് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. മത്തിയൊന്നല്ല, എന്തോ ഒരു മീനാണിത്, പക്ഷെ കഴിക്കാൻ കൊള്ളാം. പിന്നെ ഉപ്പേരി ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരു ഉപ്പേരിക്ക്. പിന്നെ കറി ഉണ്ട്. കറി സാമ്പാറാണ്. സാമ്പാർ വെള്ളമാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ മത്തൻ കറി, അങ്ങനെ ഒരുപാട് കറിയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഒരു ഉച്ചത്തെ നൈസാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക്. ഉച്ചത്തെ രാവിലത്തെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ നൈറ്റ് വലിയ കുഴപ്പമില്ല, നോക്കാം നിങ്ങൾക്ക്. നൈറ്റും ഞാൻ കുഴപ്പമില്ലാന്ന് റെക്കമെൻഡ് ചെയ്യാം. പക്ഷേ എനിക്കത് സെറ്റായില്ല. കാരണം ഞാൻ അത്യാവശ്യം വിശക്കും എനിക്ക്. ഇവരെ ഫുഡ് ഒരു 5:30 കൊണ്ടുവയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ്, ഈ രാത്രിത്തെ ഫുഡ്. അപ്പം ഞാനത് പോയി കഴിക്കും ഒരു 6:30 ആകുമ്പോഴേക്കും. അപ്പോൾ അത് സെറ്റാവില്ല. പിന്നെ അതുകൊണ്ട് അവരെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ 2 നേരം ചിക്കൻ ബിരിയാണി ഉണ്ടാവും. കുഴപ്പമില്ലാത്ത ചിക്കൻ ബിരിയാണിയാണ്, പീസും ഉണ്ടാവും. പിന്നെ വെള്ളയപ്പം ചിങ്കറി, പിന്നെ പുട്ടല്ല എന്താ പറയുക, ചപ്പാത്തി, ഇസ്റ്റു അല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ടാവും. പിന്നെ നോക്കുകയാണെങ്കിൽ പൊറോട്ട, 2 പൊറോട്ട, ചിക്കൻ കറി. അതാണ് അവരുടെ നൈറ്റിലെ ഫുഡ്. ഇതിങ്ങനെ റിപ്പീറ്റ് ആവും ആഴ്ചയിൽ. അതെനിക്ക് അത്രയ്ക്ക് കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ എനിക്ക് അത് കഴിച്ചിട്ട് ഒരു സുഖമായില്ല. കാരണം വെള്ളയപ്പം ചിങ്കറിയൊക്കെ രാത്രി, അതും ഒരു 3 വെള്ളയപ്പൊക്കെ ഒരു തരിക. അപ്പോൾ അതിലൊന്നും എനിക്കാവില്ല. അതുകൊണ്ട് ഞാനത് വലിയ കുഴപ്പമില്ലാന്ന് ഞാൻ പറയത്തുള്ളൂ. രാവിലത്തെ ഒട്ടും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഉച്ചത്തെയും നൈറ്റും വലിയ കുഴപ്പമില്ലാന്ന് പറയും ഈ ചേച്ചിമാരുടെ മെസ്സ്. നമ്പർ എന്തായാലും ഞാൻ ലാസ്റ്റ് കൊടുക്കാം, എല്ലാവരും ഒരുമിച്ച്. അടുത്ത മെസ്സ് പറയുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്തത് അതിന് ശേഷം ഫുഡ് മാനാണ്. ഫുഡ് മാൻ അത്യാവശ്യം ചേച്ചിമാരുടെ മെസ്സും അതിന് മുമ്പത്തെ ഒരു മെസ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി മെസ്സാണ്. കാരണം സാമ്പാറിൻ്റെ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവരുടെ കറി. കാരണം ഇവർക്കൊന്നും വന്ന് കാറ്ററിംഗ് ഉണ്ട്. പിന്നെ ഇവർ തുടങ്ങിയത് 2024. ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്താണ് ഇവരുടെ മെസ്സ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ തോന്നുന്നു. അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ വന്നിട്ടുള്ള ഇവർ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് മെസ്സ് കാറ്ററിംഗ് ഒക്കെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ഈ ഒരു സെൻറ്റർ അടുത്തായതുകൊണ്ട് എനിക്ക് നല്ല ചൂടോടെ ഇവരുടെ ഫുഡ് കിട്ടും. രാവിലത്തെ ഒക്കെ അടിപൊളിയാണ് ഇവരുടെ ഫുഡ് അടിപൊളി എന്ന് പറയാൻ കാരണം, ഞാൻ ആദ്യത്തെ മെസ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു ദോശ, ഇഡ്ഡലി, പിന്നെ ഒരു പുട്ടും കടലക്കറി, പിന്നെ വെള്ളയപ്പം ഇസ്റ്റു, അതൊക്കെ എപ്പോഴെങ്കിലും വന്നു. വെള്ളയപ്പം ഇസ്റ്റു, പിന്നെ എപ്പോഴും ആ ദോശ, പുട്ട്, ഇഡ്ഡലി, അതൊരു പാറകല്ല് പോലത്തെ ഒരു ഇഡ്ഡലി. അന്ന് എനിക്ക് അതൊക്കെ കിട്ടിയുള്ളതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തു. പിന്നെ ഞാൻ ഫുഡ് മാൻ കണ്ടുപിടിച്ചു. ഫുഡ് മാൻ അടിപൊളി മെസ്സാണ് എനിക്ക്. കാരണം രാവിലത്തെ ഇഡ്ഡലി പിന്നെ സോഫ്റ്റാണ്, പിന്നെ കറി അടിപൊളിയാണ്, പിന്നെ വെള്ളയപ്പം, ഇസ്റ്റു, പിന്നെ പൊട്ടാറ്റോ കറി ഉണ്ടാവും, അരിപ്പത്തിരി, പിന്നെ നൂൽപുട്ട്, ഭൂരി, പുട്ടുകടലക്കറി, ദോശ, അങ്ങനെ വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ട് അവർക്ക്. എപ്പോഴും മാറി മാറി വരുന്നുണ്ട്, വെറുപ്പീരുണ്ടാവില്ല മറ്റേ പറഞ്ഞ പോലെ ദോശ, ചപ്പാത്തി, അതാണ് അങ്ങനെ ഒരു ഇതില്ല, നൈസാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ രാവിലത്തെ ഞാൻ 10/10 റേറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ഉച്ചത്തെ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ, മറ്റേ നമ്മൾ ഈ ഓണത്തിന് നമ്മൾ കൂട്ടുസദ്യ കൊടുക്കില്ല, അതുപോലെ തന്നെ അവരുടെ ഉച്ചത്തെ ഉപ്പേരി കൊടുക്കുക. അത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റിക്ക് ഉപ്പേരി ഉണ്ടാവുക. പിന്നെ കറി കുഴപ്പമില്ല, നല്ല പാക്കിംഗ് ഒക്കെയാണ് കറി. മറ്റേ ചേച്ചിമാരുടെ കറി പാക്കിങ് നോക്കുമ്പോൾ ഇവരുടെ പാക്കിങ് അടിപൊളിയാണ്. ഇവർക്കായിട്ട് മറ്റേത് ന്യൂസ് പേപ്പർ ആണെങ്കിൽ ഇവർക്കായിട്ട് ഒരു ഫുഡ് മാൻ എന്നൊക്കെ പറഞ്ഞൊരു ഓറഞ്ച് കളറിൽ നൈസ് പാക്കിങ് കേട്ടോ ഇവർക്ക്. പിന്നെ നോക്കുകയാണെങ്കിൽ ഉച്ചത്തെ ഫുഡ് ഞാൻ പറഞ്ഞ കറി എപ്പോഴും മോരുകറി ഉണ്ട്. മോരുകറി എന്ന് പറഞ്ഞാൽ മോരുകറി കുഴപ്പമെന്നല്ല, പക്ഷെ എപ്പോഴും മോരുകറി ഉച്ചയ്ക്ക് വരുമ്പോൾ എനിക്ക് കൂടുതലും മോരുകറി അവർക്ക് ഉച്ചയ്ക്ക് വരിക.
പിന്നെ പരിപ്പ് കറി അല്ലെങ്കിൽ എന്തെങ്കിലും മത്തൻ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാലും കൂടുതലും മോര് കറിയാണ്. മറ്റേ രാവിലെ അവർ ഇഡ്ഡലി ദോശ കൊണ്ടുവരുന്ന പോലെ ഒരു മോര് കറി ഉണ്ടാവും. ഞാനത് മടുത്ത്. പിന്നെ മീൻ വറുത്തൊന്നുമില്ല കേട്ടോ ഇവിടെ ഉച്ചയ്ക്ക് മീൻ വറുത്തൊന്നുമില്ല. ഇവിടെ അച്ചാറുണ്ടാവും വരെ എപ്പോഴും എല്ലാ ഉച്ചത്തെ ഫുഡിനും അച്ചാറുണ്ടാവും. പിന്നെ ഉപ്പേരി ഈ കൂട്ടിടണ പോലെ ഉണ്ടാവും. അതന്നെ വലിയ കുഴപ്പമില്ല ഉച്ചത്തെ ഫുഡ്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ നൈറ്റ് അടിപൊളിയാണ്. ഈ വലിപ്പമുള്ള ഒരു മീൻ വറുത്തൊക്കെ ഉണ്ടാവും. ചോറും ഉപ്പേരി കറിയിട്ട് ആ ഒരു പാക്ക് അങ്ങനെ ഒരു ദിവസം നൈറ്റ് ഉണ്ടാവും. പിന്നെ ചിക്കൻ മസാല വിത്ത് ചോറ് ഉപ്പേരി കറി. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാവും. മുട്ട ബിരിയാണി ഉണ്ട്. ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ പീസ് നോക്കുകയാണെങ്കിൽ ഇത്ര ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, കഴിക്കാനുണ്ടാവും. ആഴ്ചയിലൊക്കെ 2-3 തവണ വരുന്നത് നല്ലതല്ലേ, കഴിച്ചു നമുക്ക്. പിന്നെ സലാഡൊന്നും അല്ല, അച്ചാർ അത്ര ഉള്ളൂ കേട്ടോ. ബിരിയാണി എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കല്ലേ. പിന്നെ ചോറ് ഉപ്പേരി ഞാൻ പറഞ്ഞ പോലെ മീൻ ചമ്മന്തി അങ്ങനെ ഉച്ചത്തെ ഫുഡ് ഞാൻ കഴിക്കാത്ത ഫുഡ് വരെ ഉണ്ട്. കാരണം മീൻ ചമ്മന്തി ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാത്ത ആളാണ്. പിന്നെ അങ്ങനെ കുറച്ച് ചേഞ്ച് അങ്ങനെ വെറൈറ്റി ആയ നൈറ്റ് ഫുഡ് ആയിരിക്കും. നമ്മൾ നാട്ടിൽ കഴിച്ചാൽ ആ ഒരു ഫുഡ് ശീലമായിരിക്കും. പക്ഷേ അങ്ങനത്തെ ടേസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല നൈറ്റ് ഫുഡ്. റൈസ് ആയിരിക്കും കൂടുതലും. മറ്റേ പോലെ ചിക്കൻ ബിരിയാണി 2 പൊറോട്ട വെള്ളയപ്പം അങ്ങനെ നല്ല നൈറ്റ് ഫുഡ്. ഇവിടെ റൈസ് ആയിരിക്കും. എഗ് ബിരിയാണി ചിക്കൻ ബിരിയാണി അങ്ങനെ ആയിട്ട് വരും. നമുക്ക് വേണമെങ്കിൽ നോൺ വെജ് മാത്രമായിട്ടും പറയാൻ വേണമെങ്കിൽ അവരോട് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഫുഡ് മാൻ. എനിക്കിവരെ ഫുഡ് മാൻ നോക്കുകയാണെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഡിന്നറും അടിപൊളിയാണ്. ഉച്ചത്തെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചേച്ചിമാരുടെ ഞാൻ ഉച്ചത്തെ റെക്കമെൻഡ് ചെയ്യും, അടിപൊളിയാണത്. രാവിലത്തെ ഒന്നും പറയാൻ തോന്നുന്നില്ല. ഉച്ചത്തെ ഇല്ല രാത്രിത്തെ പിന്നെയും കുഴപ്പമില്ലെന്ന് ഞാൻ പറയും. പിന്നെ ഉള്ളത് ഫുഡ് ഡോറാണ്. ഇതെന്നെ ഫ്രണ്ട്സാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് അത്ര ആക്യുറേറ്റ് തന്നെ റെക്കമെൻഡിങ് ഒന്നും പറയുന്നില്ല. ഇത് രണ്ടും ട്രൈ ചെയ്തെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ഇതും കൂടി ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ ഫ്രണ്ട്സ് വലിയ കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത്. ഫുഡ് ഡോർ എന്നാണ് ഇതിൻ്റെ പേര്. ഇവരാകെ 2 നേരം പ്രൊവൈഡ് ചെയ്യുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റും പിന്നെ നൈറ്റിലെ ഫുഡും ഡിന്നറും. ഉച്ചത്തെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതുവരെ തുടങ്ങിയിട്ടില്ല അവർ. ഒരു സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടത്. ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കാം ലാസ്റ്റ്. വീഡിയോ ലാസ്റ്റ് ആയില്ലേ. ഒരു ഫുഡ് നോക്കുകയാണെങ്കിൽ ഈ ചപ്പാത്തി കുറുമ ദോശ നീർദോശ അങ്ങനെ സംഭവം ഞാൻ കണ്ടു അവരുടെ മെനു നോക്കിയപ്പോൾ. പിന്നെ ഉച്ചത്തെ ഫുഡ് നോക്കുകയാണെങ്കിൽ ഗീ റൈസ് അങ്ങനെ കുറേ കോൺസെപ്റ്റ് ഉണ്ട്. കുഴപ്പമില്ലാന്നാണ് ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നൈസായിരിക്കും. ഒരാൾ കഴിക്കാനുള്ള ഫുഡ് ഉണ്ട്. പിന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത 3 മെസ്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിച്ചു നോക്കുക. എന്തായാലും ഞാൻ നമ്പർ ഇപ്പോൾ കൊടുക്കാം സൈഡിലായിട്ട്. ഫുഡ് ഡോർ അതുപോലെ ചേച്ചിമാരുടെ മെസ്സ്. അവരുടെ പേര് അങ്ങനെ അല്ല, ചേച്ചിമാരുടെ മെസ്സൊന്നുമല്ല. ഞാൻ പിന്നെ അങ്ങനെ ആ ഒരു ലോഗോ കണ്ടപ്പോൾ അങ്ങനെ വിളിക്കാൻ തോന്നിയതാണ്. ഫുഡ് ഡോർ ഫുഡ് മാൻ. ഈ ഫുഡ് മാനൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അവരുടെ ഫുഡ് മെനു ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മംഗലാപുരം വന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത 3 മെസ്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വേറെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സ് ചെയ്യപ്പെടുന്നത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവും. എനിക്കും യൂസ്ഫുൾ ആവും. ഞാൻ എന്തായാലും ഫസ്റ്റ് ഇയർ ആയിട്ടില്ല, ഇനി എനിക്കുണ്ട് 2 വർഷം. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോയിൽ നമുക്ക് കാണാം മംഗലാപുരം ന്യൂസ് ആയിട്ട്. അപ്പോൾ ബൈ.